അപ്പോൾ ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവളെ 2 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസം. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് നീ എന്നാ പോണത്, എന്താ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. എന്നെ ഒന്നും അങ്ങോട്ട് പറയാനോ എൻ്റെ ഭാഗം കേൾക്കാനോ അവർ റെഡി ആയില്ല. നിലമ്പൂരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് വീഡിയോ ചെയ്ത് യുവാവ് തൂങ്ങി മരിച്ചു. ചന്തക്കുന്ന് അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദുവിൻ്റെ മകൻ മുഹമ്മദ് ജാസിദാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ലൈവ് കണ്ട സുഹൃത്തുക്കളും നാട്ടുകാരും ഉടൻ വീട്ടിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടുകാരും സുഹൃത്തുക്കളും നടത്തിയ തെരച്ചിലിൽ വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 6 മാസമായി എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജാസിദ്. 31-ന് സൗദിയിലേക്ക് പോകാനിരിക്കെയാണ് ആത്മഹത്യ. ലൈവ് വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയും ഇക്കാര്യത്തിൽ പോലീസ് നിരന്തരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും പറയുന്നു. നിലമ്പൂരിലുള്ള 4 പേരാണ് തന്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ഇവരുടെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്താണ് ജാസിദ് തൂങ്ങി മരിച്ചത്. മാതാവ് ഫാത്തിമ, സഹോദരങ്ങൾ മൻസൂർ, മെഹബൂബ്, ആഷിഖ്. എൻ്റെ പേര് ജാസിദ്. ഞാൻ ഇപ്പോൾ ലൈവിൽ എന്താന്ന് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ലൈവറിന് ടൈം ഒന്ന് കാണിച്ചു തരാം. ഇതാ സൺഡേ 28 ജനുവരി 1:13 രാത്രിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതിന് കാരണക്കാരായ 3-4 പേരുണ്ട്. ഞാൻ അവരുടെ പേര് പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഞാൻ ഇവളെ 2 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ്. കാരണം എന്താ വെച്ചാൽ, അവൾക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും, അവൾ കുറച്ച് കാലമായിട്ട് എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്യാഷും കാര്യങ്ങളും കുറേ ടൈമും കാര്യങ്ങളും അവൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അവൾക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒഴിഞ്ഞു മാറി കൊടുത്തിരുന്നു. പക്ഷേ അവളത് പറയാതെ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടുവന്നു. ഒരുപാട് കുട്ടികൾ എന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആശ്മിൻ്റെ കാര്യങ്ങൾ, ഞാൻ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ട് സ്കൂളിൽ, അങ്ങനെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്ന് പറഞ്ഞപ്പം ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെയും ഓരോ കുട്ടികൾ, വേറെയും കുറേ കുട്ടികൾ എന്നോടൊന്ന് പറഞ്ഞപ്പം ഞാൻ കയ്യിലെന്തൊക്കെയോ ഉള്ള പോലെ തോന്നി. പിന്നെ ഞാൻ തന്നെ ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവളെ പറ്റി വളരെ സ്കൂളിലാണെങ്കിലും വളരെ മോശമായിട്ടുള്ള പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അവൾ ഈ അവിനാശിനെയും പറ്റിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവളെ പിന്നാലെ പോവാതെ ഒന്നും ഞാൻ നിന്നില്ല. ഞാനത് ബ്രേക്കപ്പ് ചെയ്തു. കാരണം എനിക്ക് എൻ്റെ ലൈഫ് നോക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കപ്പോൾ കുറച്ച് കാലമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം അവൾ എന്നെ വിളിക്കുകയും, പിന്നെ ഇന്നലെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ 27 ഫ്രൈഡേ ഒരു 5 മണി 6 മണി ടൈമിൽ അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എറണാകുളത്തെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുമായിട്ട് ഇവൾ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ 2 പേരും പറ്റിയിട്ട് വളരെ മോശമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ ബ്രദേഴ്സിൻ്റെ വൈഫിനോടൊക്കെ ഇവൾ വിളിച്ചിട്ട് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ 2 പേരും പറ്റിയിട്ട്. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണേ? ഞാൻ അവളുടെ ലൈഫിൽ കയറി കളിക്കാനോ അവളെ മോശമായിട്ട് പറയാനോ ഇതുവരെ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. പക്ഷെ അവൾ എന്തിനാണ് ഈ പറയണേ, എന്തിനാ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനി അത് അവളെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. ഞാൻ അങ്ങോട്ട് ഒന്നിനും പോയില്ല. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്നലെ 27 ജനുവരി ഫ്രൈഡേ, അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഞാൻ അബ്രോഡ് പോകാൻ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഈ വരുന്ന 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ആയിട്ട് ഞാൻ അബ്രോഡ് പോകാൻ നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് നീ എന്നാ പോണത്, എന്താ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളെന്നോട്
ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നെയും എൻ്റെ ഫ്രണ്ടിനും ഇവളെയും പറ്റിയിട്ട് നീ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോടും എല്ലാവരോടും വളരെ മോശമായിട്ടാണല്ലോ നീ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇനി അങ്ങനെ ആരോടെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ റിലേഷനിലായിരുന്നു, ഞാൻ കാണിക്കാം, ഫോട്ടോസ് ഞാൻ കാണിക്കാം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലുണ്ട്, അപ്പോൾ അത് ഞാനും ഇങ്ങനെ നിൻ്റെ ഫാമിലിക്കും ബാക്കിയുള്ളവർക്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞാൽ, പക്ഷെ കാരണം എന്താ വെച്ചാൽ അവളൊരു പെൺകുട്ടിയാണ്, നമ്മളങ്ങനെ ചെയ്യൂല, നമ്മളെന്തൊരു വാശിപ്പുറത്ത് പറഞ്ഞു പോയതാണ്. അത് കേട്ട ഉടനെ അവൾ വീട്ടുകാരും അവളുടെ ഉമ്മയും പോയിട്ട് കേസ് കൊടുക്കുകയും എൻ്റെ പേരിൽ കേസാക്കുകയും എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി 1 മണി വരെ അവിടെ ഇരുത്തി എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചു. എന്നെ അവിടെ പിടിച്ചിട്ടു. അവിടെ സ്റ്റേഷനിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ്. അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരാണ് ഉണ്ടായിരുന്നത്, വേറെ സാർമാരും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാർമാർ വന്ന് ഇവരെന്നെ അവിടെ വിളിപ്പിച്ചിട്ട് എൻ്റെ കാര്യം എന്താണ്, എന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിക്കുകയോ ഒന്നുമില്ല. അവർ പറയണ ഇങ്ങോട്ട് കേട്ട് നിൽക്കുക എന്നല്ലാതെ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്നെ ഒന്നും അങ്ങോട്ട് പറയാനോ എൻ്റെ ഭാഗം കേൾക്കാനോ അവർ റെഡി ആയില്ല. സംഭവം എൻ്റെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ അവളുടെ ഫാമിലിക്കാണെങ്കിലും അവൾ എന്നെ ചീറ്റ് ചെയ്തതാണ്, അതൊക്കെ അറിയും, അവളുടെ വീട്ടുകാർ അറിയും എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ഈ കേസിന് നിന്നത്. അവളുടെ പുതിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കും എന്നുള്ള കാര്യം അവളുടെ അമ്മ അറിയും. അതേപോലെ അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്, പക്ഷേ അവളെ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. 2 പേര് അവിഹിതം ഞാൻ കൈയോടെ പൊക്കിയപ്പോഴാണ് ഇവർക്ക് എന്നോട് ദേഷ്യവും, ഇവർക്ക് എന്നെ കല്ലിന കാര്യമായിരുന്നു. ഇവരുടെ അവിഹിതം ഞാൻ കൈയോടെ പൊക്കിയപ്പോൾ അവളുടെ വാപ്പാനെ അറിയിച്ചപ്പോഴാണ് അവളുടെ ഉമ്മാക്ക് എന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയത്. അതിൻ്റെ ശേഷം ഞാൻ 3-4 വട്ടമായിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയുകൊണ്ട് നിൽക്കുകയാണ്. ഇവളെ കാര്യം പറഞ്ഞ് ശനിപ്പെടുത്തും. എന്തിന് എൻ്റെ കൈയും കാലും ഒടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളെ വരെ അവർ കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞൊന്ന് ഒതുങ്ങി നിന്നപ്പോഴാണ് പിന്നെയും എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച്. എൻ്റെ മുന്നിൽ വേറെ നിവർത്തിയില്ലായിരുന്നു. എന്നിട്ട് ഓരോ വട്ടം ഞാൻ സ്റ്റേഷനിൽ കയറുമ്പോഴും ഞാൻ അവിടുന്ന് ഇറങ്ങിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവളുടെ ഉമ്മ ആദ്യം എന്നോട് എങ്ങനെ പെരുമാറുന്നത്, ഏത് രീതിയിലാണ് എന്നെ കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും കാര്യങ്ങളും എൻ്റെ ഫോണിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൾ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും അവളായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഓരോ വട്ടം ഞാൻ സ്റ്റേഷനിൽ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നിരുന്നത്. എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. ഇനിയിപ്പം നാളെ അവരുടെ ഭാഗത്തുനിന്ന് വല്ല കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാട്ടിക്കൊടുക്കാനും ആദ്യം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കാൻ എൻ്റെ അടുത്ത് എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. ഇതിൽ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്, അവനെ ഞാൻ കാണിക്കാം. അവളുടെ ജീവിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം ഇവരായിരിക്കും. ഇവർ കാരണം എനിക്ക് നാട്ടിലും വീട്ടിലും എവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്വന്തം വീട്ടിലാണെങ്കിലും എവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ ലൈഫാക്കി തന്നിട്ടുണ്ട് ഇവർ. എനിക്കറിയില്ല ഞാൻ ഇനി നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ, എന്താ എന്നെ ഇനി ആരെങ്കിലും തല്ലിക്കൊല്ലോ എന്താ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരിതാ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച 4 പേരായിരിക്കും. ഇവർ 4 പേരുമാണ് ഇന്നലെ സ്റ്റേഷനിലുണ്ടായിരുന്നു, എൻ്റെ പേരിൽ ഈ കള്ളക്കേസ് കൊടുത്തതും ഒക്കെ. ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യണം. ഞങ്ങളന്ന് സംസാരിച്ച് ഞങ്ങളിത് തീർത്ത കാര്യമാണ്. ഞാൻ അവളെ തമ്മിൽ സംസാരിച്ച് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യില്ല, അവൾ ഇനിയും കോണ്ടാക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വെച്ച് പോയത്. എന്നിട്ട് ഇന്നലെ അവൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടായതാണിപ്പോൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നാളെ ജീവിച്ചിരിക്കില്ലെങ്കിൽ എൻ്റെ ഫോണ് ഞാൻ എവിടെ നിന്നാണോ എൻ്റെ ലൈഫ് അവസാനിക്കണത് അവിടെ എൻ്റെ ഫോണും ഉണ്ടാവും. അപ്പം ഫോണിൻ്റെ പാസ്വേഡ് 8086
ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്താൽ ഒക്കെ അറിയാൻ പറ്റും എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കാര്യങ്ങൾ, അവിടെ ഉമ്മയുടെ കാര്യങ്ങൾ എല്ലാം എൻ്റെ ഫോൺ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.